തീരദേശ ഹൈവേ നിർമ്മാണം നടക്കുന്ന തൃശൂർ ജില്ലയിലെ മന്നലാം കുന്നിലെ സർവീസ് റോഡിലും സമീപത്തെ 30ഓളം വീടുകളിലും വെള്ളം കയറി. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് വെള്ളക്കെട്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരിഹാരമുണ്ടായില്ലെങ്കിൽ ദേശീയപാത ഉപരോധമടക്കമുള്ള സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളം പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണം ഇവിടെ നടക്കുകയാണ്. അതിന്റെ സർവീസ് റോഡ് ഏതാണ്ട് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞു. സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഏകദേശം ഒരു 30-35 വീടുകളിലേക്ക് കൂടി വെള്ളം കയറിയിട്ടുണ്ട്. വലിയ മോശം സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ. എത്ര ദിവസമായി ഈ സ്ഥിതി ഇവിടെ? ഇത് ഇപ്പോൾ 4 ദിവസമായി. ഇപ്പോൾ തുടർച്ചയായിട്ട് 4 ദിവസമായി. ഇത് ജൂൺ 1 തുടങ്ങിയ പരിപാടിയാണ്. ഇത് ആ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു. നാഷണൽ ഹൈവേ, PWD കമ്പനിയുടെ ആളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു നിർദ്ദേശം വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ചെയ്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ വടക്ക് ഭാഗത്തുനിന്നും തെക്ക് ഭാഗത്തുനിന്നും 2 കിലോമീറ്റർ കൊടുത്തിട്ട് ആ പടിഞ്ഞാറ ഭാഗത്തുള്ള വെള്ളം കൊണ്ട് ഡംപ് ചെയ്തിരിക്കണം. ഈ വെള്ളം ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം അവരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ എല്ലാ റിപ്പോർട്ടുകളും പോയിട്ടും NH ഹൈവേ ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്ര വീടുകളിൽ വെള്ളം കയറി? ഏകദേശം 10-40 വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ടപ്പുറത്ത് 100 മീറ്റർ പോയി കഴിഞ്ഞാൽ കോളനിയാണ്. 4 സെന്റ് താമസിക്കുന്ന ആളുകളാണ്. അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ ഒക്കെ ചെറിയ റിങ് ഇറക്കിയുള്ള വീടുകളാണ്. അപ്പോൾ ഒരു 10-50 വീടുകളിൽ മാരകമായ രോഗങ്ങൾക്ക് വരെ സാധ്യതയുണ്ട്. ഈ വെള്ളം ഒരു 100 മീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഇല്ല, ഇവർ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഇതിന് തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലായിട്ട് നമുക്ക് നാട്ടുകാർക്ക് ആർക്കും ഫീൽ ചെയ്തില്ല. ഇത് തുടക്കം മുതൽ ഇതിലുണ്ട്. 2 ആഴ്ചയായി ശരിക്കും ഈ രീതിയിൽ വെള്ളം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിലൊന്ന് വെയിൽ വന്ന സമയത്താണ് ഒന്ന് വറ്റി ഒരു ഏകദേശം ജനങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകൾ പല വീടുകളിലും താമസിക്കുന്നുണ്ട്. 50ഓളം കുടുംബങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് സ്കൂളിൽ പോകുന്നില്ല. ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഏകദേശം 6 വീടുകളിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി അവർ താമസം ഇവിടുന്ന് മാറിക്കഴിഞ്ഞു. 50ഓളം വീടുകൾക്ക് ഇവിടെ ഭാഗികമായിട്ട് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഹൈവേ അധികൃതർക്കാണ് 100% ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ജനപ്രതിനിധികളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ജനപ്രതിനിധികൾ ഇതിന് വേണ്ട ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആരാണോ ഇതിൻ്റെ ഇടപെടേണ്ടത് ആ ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നുകൂടെ അതിന് പരിഹാരമായിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങൾ ഹൈവേ ഉപരോധിക്കും. ആ ഹൈവേ ഉപരോധത്തിന് വരുന്നത് എന്തൊക്കെയാണ് അത് വരട്ടെ. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ അതിനപ്പുറം അല്ലല്ലോ ഇപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ. ഇന്ന് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങും. ഏതായാലും ഒരു ശാശ്വതമായ പരിഹാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കും. അതോടുകൂടി ഇവിടെ താമസം പോലും കഴിയാത്ത സ്ഥിതി വരും. വീടുകളിലേക്ക് ഇപ്പോൾ തന്നെ 30ലധികം വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറും. രോഗികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന വീടുകളാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ ഇവിടെ ആവശ്യമായിരിക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.